Hi, hello everyone, welcome back to my channel. Next step എന്ന് പറയുന്നത് നമ്മുടെ മാസ്ക് ആണ്. ഹോം റെമഡി മാസ്ക് ആണ്. അതിൽ വേണ്ടത് 1 സ്പൂൺ ഗ്രാം ഫ്ലവർ, നമ്മുടെ കടലമാവ് 1 സ്പൂൺ. ഞാൻ ഇതിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. കടലമാവ് 1 സ്പൂൺ, 1 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ യോഗട്ട്, 1 ടീസ്പൂൺ യോഗട്ട് and 1/4 teaspoon turmeric powder and any oil 1 2 3 drops, okay, and rose water. ഇതിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് റോസ് വാട്ടർ മിക്സ് ചെയ്ത് ഓയിൽ ഇടുന്നത് സ്കിന്നിന് ഇത് അതിൻ്റെ കൂടെ ഇടുമ്പോൾ മോയ്സ്ചറായിട്ടിരിക്കും, മോർ മോയ്സ്ചറായിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടും. അതിനാണ് ഇനി ഓയിൽ ഒഴിക്കേണ്ടത്. റോസ് വാട്ടർ കൂളിംഗ് എഫക്റ്റാണ്. ഇനി മിക്സിങ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി ഓയിൽ. ഓക്കെ, ഇനി ഞാനത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. പക്ഷെ ആദ്യം മാസ്ക് മേക്ക് ചെയ്യുമ്പോൾ അധികം തിക്നെസ് പാടില്ല, അധികം ലൂസിങ് കാണത്തില്ല. ഒരു മീഡിയം ടൈപ്പ് ആയിരിക്കണം, പേസ്റ്റ് ടൈപ്പിലായിരിക്കണം. കണ്ടില്ലതാ, നമുക്കത് ഇടുമ്പോഴത്തേക്കതാ. ഓക്കെ, അധികം വാട്ടറിങ് ഒന്നുമല്ല, അധികം ടൈറ്റുമല്ല. ഓക്കെ, ഞാൻ എങ്ങനെ മാസ്ക് ഇടുന്നത് കാണിച്ചു തരാം. ആദ്യം ലിപ്പ്, ആദ്യം ചിൻ, ദെൻ അപ്പർ ലിപ്സ്, ഇത് കവർ ചെയ്യാം. എന്ന ശേഷം ഇങ്ങനെ ഡയറക്ഷൻ മേലോട്ടായിരിക്കണേ. മേലോട്ട് സ്ട്രെച്ച് ആയിട്ട് മേലോട്ട് തന്നെ ഇടണം, താഴോട്ട് പാടില്ല. അതുപോലത്തെ സർക്കിളായിട്ട് വിടാൻ പാടില്ല, അത് റോങ് ആണേ. അവോയ്ഡ് ചെയ്യേണ്ട പ്ലേസ് വന്നിട്ട് ഐ സർക്കിൾ ആൻഡ് ഐബ്രോസ് ആൻഡ് ലിപ്സ്. ഇത്രയും ഭാഗത്ത് മാസ്ക് ഇടാൻ പാടത്തില്ല. പിന്നെ അടുത്ത നെക്ക് ഡയറക്ഷൻ അപ്വേർഡ് ആണ്. ഈ റിങ്കിൾസ്, പിഗ്മെൻ്റ് ഒക്കെ ഉള്ള സ്കിന്നൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇതിടുമ്പോൾ മേലോട്ട് ഡയറക്ഷനിൽ ഇട്ടുമ്പോൾ നല്ല സ്ട്രെച്ച് ആയിട്ടിരിക്കും. അത് സ്കിൻ ടൈറ്റനിങ്ങിന് ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്, ഏജിങ് സ്കിൻ ഇതിനെല്ലാം. ഈ മാസ്ക് വീക്കിലി വീക്ക് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇതൊരു 15 മിനിറ്റ് ഇരിക്കണം. പക്ഷേ കണ്ണിൽ വെക്കേണ്ടത് നിങ്ങൾ കുക്കുംബർ ടവൽ ഇങ്ങനെ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ, മാസ്ക് എല്ലാം ഇടുമ്പോഴേ. കുക്കുംബർ നല്ല സ്ലൈസായി കട്ട് ചെയ്ത് തിൻ ലെയറിൽ കട്ട് ചെയ്ത് കണ്ണിൽ വെച്ച് നിങ്ങൾക്ക് 15 മിനിറ്റ് റിലാക്സ് ചെയ്യാം. എന്ന ശേഷം വാഷ് ചെയ്യുന്നത്, അത് ആ മെത്തേഡും പറഞ്ഞു തരാം. ഇതിപ്പോൾ സ്കിൻ 15 മിനിറ്റ് വയ്ക്കുമ്പോൾ ഡ്രൈ ആകും. അപ്പോൾ പിന്നെ അത് വാട്ടർ എടുത്ത് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്യണം. ഓക്കെ, ഡയറക്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒക്കെ ഒന്ന് വെറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കിയ ശേഷം എന്നിട്ട് സ്ലോലി റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഫുള്ള് കളയാനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഇത് മാസ്കിൻ്റെ ഗുണവും ചെയ്യും, സ്ക്രബിൻ്റെ എക്സ്ഫോലിയേഷൻ്റെ ഗുണവും ചെയ്യുന്ന മാസ്കാണത്. ഇപ്പം നമ്മൾ ഇതൊക്കെ ഇതാകുമ്പോഴേക്കും നോസിൽ എവിടെയൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോണ്ടല്ലോ, ഈ ഡെഡ് സ്കിന്ന്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം പോകാൻ സാധ്യതയുണ്ട്. നല്ല സ്കിന്ന്, നല്ല വെരി ഹെൽത്തി മാസ്കുമാണ്, നല്ലൊരു എക്സ്ഫോലിയേഷനാണ്. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. നല്ലൊരു
ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഫേഷ്യലിൻ്റെ ഫുൾ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് 1 hour ട്രീറ്റ്മെൻറ്റ് ഞാൻ ഷോർട്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വീട്ടിൽ ട്രൈ ചെയ്യാം. ഹലോ, അങ്ങനെ ഞാൻ എൻ്റെ മാസ്ക് എല്ലാം ക്ലീൻ ചെയ്തു. 15 മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫെയർ ആയിട്ടുണ്ട്. നോക്കിക്കേ, സ്കിന്ന് നല്ല സോഫ്റ്റാണ്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ടോണിങ് ചെയ്യണം. അപ്പോഴും വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നത് നല്ലവണ്ണം തുടച്ചതായിട്ട് ടോണിങ് ചെയ്യണം. ടോണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്പൺ പോർട്സ് എല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മുടെ എല്ലാതും കഴിഞ്ഞു. ഇനി അപ്പോൾ ഓപ്പൺ പോർട്സ് ആയപ്പോൾ സ്കിൻ എല്ലാം ക്ലോസ് ആകും. അപ്പോൾ നമുക്ക് സേഫാണത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത്, ഞാൻ ഹോം റെമഡി ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാ. നിങ്ങൾ ചെയ്യേണ്ടത് 1 glass ഹോട്ട് വാട്ടറിൽ ഗ്രീൻ ടീ 2 അതിലിട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കണം. അതിന് ശേഷം ആ ടീ ബാഗ് എടുത്ത് മാറ്റാം. ഗ്രീൻ ടീ ആണേ, അതിൻ്റെ അകത്ത് മാറ്റിയ ശേഷം ആ വെള്ളമാണ് ഇത്. ഓക്കെ, നൈസ് ഗുഡ് ഹെൽത്തി ടോണിങ് ആണ്, സ്കിൻ ടോണിങ് ചെയ്യുന്നത്. നമ്മളിപ്പം ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യേണ്ടത് ടോണിങ് ചെയ്യണം. നോക്കിക്കോളൂ, കോട്ടൺ എടുത്തിട്ട് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 1 glassൽ 2 ഗ്രീൻ ടീയുടെ ബാഗ് എടുത്തിട്ട് അതിലിട്ടിട്ട്, അപ്പോൾ ഒത്തിരി എടുത്ത് യൂസ് ചെയ്ത ബാക്കി എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ എവറി ഡേ യൂസ് ചെയ്യാവുന്നതാണ്. ടോണിങ് ഇങ്ങനെയാണ് ടോണിങ് ചെയ്യുന്നത്. ഐസിൽ തേക്കണ്ട, ജസ്റ്റ് സൈസ് ആർക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്യാം. നെക്കിൽ മാസ്ക് എല്ലാം അവിടെയിലിട്ട് അവിടെയെല്ലാം ടോണിങ് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ എന്താണ്, ഫൈനൽ വൺ, മോയ്സ്ചറൈസർ ക്രീം. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ എവരിഡേ യൂസ് ചെയ്യുന്ന എൻ്റെ സെയിം ഇതാണ്. കേസോ ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റാണ്, UK പ്രൊഡക്റ്റ്. Side is soft. ഓക്കെ, ഡൺ. അപ്പോൾ മനസ്സിലായല്ലോ, ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.